ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഡ്രാഗൺ ചിക്കനാണ്. ഞാൻ മിനിഞ്ഞാന്ന് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ചില്ലി ഗാർലിക് ഫ്രൈഡ് റൈസ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഡ്രാഗൺ ചിക്കൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കനാണ്. ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് പൊതുവെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നത്, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. അതുപോലെ ബ്രസ്റ്റ് പീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കുരുമുളകും ചിക്കനിൽ നന്നായിട്ട് പിടിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ വരെ സോയാ സോസ് ചേർക്കാം. 1 മുട്ടയും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. കെച്ചപ്പിന് പകരം ടൊമാറ്റോ സോസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ വരെ സിർക്കയും കൂടി ചേർക്കാം, അതായത് വിനീഗർ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ 2-3 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. എണ്ണയിൽ കൊള്ളുന്ന അത്രയും, അതായത് കുറച്ച് സ്പേസ് കിട്ടുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുക. എങ്കിലേ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. ചിക്കൻ നന്നായിട്ട് ഈ സമയം തന്നെ വെന്ത് കിട്ടണം. കാരണം നമ്മൾ പിന്നീട് സോസൊക്കെ ചേർക്കുന്ന സമയത്ത് ചിക്കൻ അധികം വേവിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് സോസൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. ചിക്കൻ്റെ കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കറുമുറ എന്നുള്ള ചിക്കനാണ്. നമുക്കിത് വേണമെങ്കിൽ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാതെ ഇതുപോലെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല രുചിയാണ്. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ചായക്ക് നമുക്ക് ചിക്കൻ പക്കാവടയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇതിവിടെ മാറ്റി വെച്ചിട്ട്
ഡ്രാഗൺ ചിക്കൻ സോസൊക്കെ ഒഴിച്ച് റെഡിയാക്കാൻ തുടങ്ങാം. ഈ എണ്ണ മാറ്റിയിട്ട് നമുക്ക് ഈ അടുപ്പത്ത് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും 3 ടേബിൾ സ്പൂണോളം എണ്ണ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും എണ്ണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി നല്ലൊരു മണം വരണം. ചെറുതായിട്ടൊന്ന് കളറ് മാറി നല്ലൊരു മണം വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 10 കശുവണ്ടി നെടുകെ പിളർന്നിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കശുവണ്ടി ഇതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കശുവണ്ടിയുടെയും കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. അത്ര വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 3-4 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ ചേർത്തിരിക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉണക്കമുളക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം റെഡ് ഇല്ലെങ്കിൽ ഗ്രീൻ ചേർത്താൽ മതി. റെഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സവാളയും ക്യാപ്സിക്കവും അല്പം നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കവും സവാളയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. സവാള ചെറുതായിട്ടൊന്ന് വാടി വരണം. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആവണ്ട. പക്ഷേ സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ വഴറ്റുക. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവാകുന്നത് വരെ ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒന്ന് വാടുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. ബ്രൗൺ കളറാവാനൊന്നും നിൽക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സോസ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ സോസും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സോസ് റെഡിയാക്കി പാത്രത്തിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതും ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയാ സോസൊക്കെ ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. അതിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചധികം സമയം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ സോസും സവാളയും ക്യാപ്സിക്കവും ഒക്കെ ചിക്കനുമായിട്ട് നന്നായിട്ട് യോജിക്കണം. ചിക്കനിൽ സോസൊക്കെ ഇങ്ങനെ പുരണ്ടിരിക്കണം. അത്ര വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, സോസൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത്രയും സമയം ഈ സോസൊക്കെ ചിക്കനിൽ ഇതുപോലെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതി ആവുന്നത് വരെയും വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ നല്ല മൊഞ്ചത്തി ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഫ്രൈഡ് റൈസിന് മുകളിൽ ഞാൻ ഈ ഡ്രാഗൺ ചിക്കൻ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും കൂടി ഒരുമിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഡ്രാഗൺ ചിക്കൻ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ റെസിപ്പീസും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.